മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അതുപോലെ തന്നെ ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് തിയറികളാണിത്. ബി.എഡിനും അതുപോലെ കേട്ടറ്റിനും ഒക്കെ പഠിക്കാനുള്ളതാണിത്. അപ്പൊ ഇതിനകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ജീവിത കാലയളവിനെ 5 സ്റ്റേജസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, 5 ഘട്ടങ്ങളായിട്ട്. ആ ഓരോ ഘട്ടത്തിലും ഓരോരുത്തരും നേടേണ്ടതും ആർജിക്കേണ്ടതുമായ കഴിവുകളെ പറ്റിയും അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഫിക്സേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ 5 സ്റ്റേജസിനെ നമുക്ക് ഒരു 5 ലെവലുള്ള ഗെയിമായിട്ട് എടുക്കാം. 5 ലെവലുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യത്തെ ലെവൽ ജയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് രണ്ടാമത്തെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ലെവൽ ജയിക്കുന്ന വ്യക്തിക്കാണ് മൂന്നാമത്തെ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന ഈ 5 ഘട്ടങ്ങളില് ഈ വളർച്ചയുടെ കാലഘട്ടം എന്ന് തന്നെ എടുത്തോ, ഈ വളർച്ചയുടെ കാലഘട്ടത്തില് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടെ ഫിക്സേഷൻ ഉണ്ടായാൽ, ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ആർജിക്കേണ്ടതോ കിട്ടേണ്ടതായ കഴിവുകളിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ആ വ്യക്തി അടുത്ത ലെവലിലേക്ക് പോകും. ആദ്യത്തെ ലെവലിൽ പ്രശ്നമായിരുന്നു, പക്ഷെ രണ്ടാമത്തെ ലെവലിലേക്ക് ശരീരം കൊണ്ട് ഈ ആളെത്തും, മനസ്സ് മുരടിച്ച് ഒന്നാമത്തെ ലെവലിൽ തന്നെ കിടക്കും. പിന്നെ ഈ പ്രശ്നം രണ്ടാമത്തെ ലെവലിൽ ഇദ്ദേഹത്തിന് ഓടൊപ്പം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ലെവലിൽ നിന്ന് മൂന്നാമത്തെ ലെവലിലേക്ക് ശരീരം കൊണ്ട് എത്തും, മനസ്സുകൊണ്ട് എത്താതെ പോകും, മനസ്സ് മുരടിച്ചു പോകും. ഇതിനൊക്കെ നമ്മൾ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനത്തിലൊക്കെ കേൾക്കാറുണ്ട് ആന്തരിക മുറിവുകളെന്ന്. അങ്ങനെ നമുക്ക് അതിന് വേണമെങ്കിൽ എടുക്കാം. റിസോൾവ് ചെയ്യപ്പെട്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നാണ് പിന്നീട് മാനസിക രോഗങ്ങളും അതുപോലെ മദ്യാസക്തി, ലഹരിയോടുള്ള അമിതമായ ആസക്തിയൊക്കെ വന്നുകൂടുന്നത് ഇതിൽ നിന്നാണ്.